ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോടാലമ്പുഴ ഉറൂസാണ്. അപ്പോൾ അവിടം വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച പക്ഷേങ്കിൽ ലേറ്റ് ആയിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ. പിന്നെ അവിടെ പോയി സിയാറത്തൊക്കെ ചെയ്ത് ചോറൊക്കെ വാങ്ങി ഞങ്ങൾ ഇരട്ടി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാക്ക അവിടെ അഡ്മിറ്റ് ആയതുകൊണ്ട് കാക്കക്ക് ചോറും കൊണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വീട്ടിലൊന്നും പോകാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം പോകണം എന്തായാലും. അപ്പോൾ വരുമ്പോൾ ഒരു മഴക്കോളായിരുന്നു കേട്ടോ. നമ്മൾ വന്നൊരു അരമണിക്കൂറിനുള്ളിൽ നല്ല രീതിയിൽ മഴ പെയ്തു. ഈ കനത്ത ചൂടിലൊരു മഴ കിട്ടിയപ്പോൾ നല്ല ആശ്വാസമായി കേട്ടോ. അപ്പോൾ രാത്രിക്ക് നമുക്ക് ഡിന്നറിന് നമ്മളെ നേർച്ചച്ചോറാണ്. അപ്പോൾ അതിന് കറിയൊന്നും ഞാൻ ഉണ്ടാക്കാതെയായിരുന്നു പോയിട്ടുള്ളത്. ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞിയും ചമ്മന്തി ആക്കിയിട്ടായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ രാത്രി എന്തായാലും ചോറ് കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ട് ചോറിന് കറിയായിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് കുക്കറിൽ പെട്ടെന്നൊരു 3 വിസിൽ കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 3 പുഴുങ്ങി മുട്ടി ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. സമയമില്ലാത്ത നേരത്ത് നമുക്ക് ഇതേപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള നമുക്ക് 5 പൊതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 2 പൊതി ഇയാൾക്കും 2 പൊതി ഞാനും 1 കാക്കാക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുത്തു. അപ്പോൾ രാത്രി നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഈ നേർച്ചച്ചോറും മുട്ട റോസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കോടാറമ്പിലെ നേർച്ചച്ചോറ് എന്ന് പറഞ്ഞാൽ വെറും നെയ്ച്ചോറ് മാത്രമായിരിക്കും. ഇങ്ങനെ ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ടുള്ള ചോറ് മാത്രമാണ് കേട്ടോ. അവിടെ ഇറച്ചി പാടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ അന്ന് രാത്രി ഈ എൻ്റെ അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് പിറ്റേന്ന് വൈകുന്നേരം ഈ എൻ്റെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഷോർട്ട് കട്ടായിട്ട് പോകുന്നതാണ്, റോഡിലൂടെയും പോകാം. ഇത് നമ്മുടെ ഇടവഴിയാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേനലായതുകൊണ്ട് എല്ലാം എന്താണ് ഉണങ്ങിയിട്ടാണ്. ഇത് നമ്മുടെ അയൽവാസിയുടെ വീട് കേട്ടോ. നമ്മുടെ ബൈജോട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും നിൽക്കാനൊക്കെ പോയിട്ടാണുള്ളത്. അവിടെ നിന്ന് ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇവരെ പറമ്പ് കഴിഞ്ഞാൽ ഉടനെയാണ് നമ്മുടെ വീടും പറമ്പൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു കണിക്കൊന്നയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇവരെ പറമ്പിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു കൊന്നമരമുണ്ട്. ഇപ്പം കൊന്നയൊക്കെ കഴിഞ്ഞു കേട്ടോ. വിഷു കഴിഞ്ഞ ഉടനെ തന്നെ കൊന്നയൊക്കെ കഴിഞ്ഞു. ഇത് അങ്ങനെ ഞങ്ങളെ പറമ്പിലെത്തി. നമ്മുടെ കുഞ്ഞു വീട് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കുഞ്ഞു വീട് എന്ന് പറയുന്നത്. നമ്മുടെ തറവാടിന് പകരം കാക്ക എടുത്തൊരു വീടാണ് കേട്ടോ. തറവാട് പൊളിച്ചിട്ട് ആ സ്ഥലത്താണ് കാക്ക പുതിയ വീട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു കുഞ്ഞു തറവാട് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് കാക്കയും ഫാമിലി ഇപ്പം താമസിക്കുന്നത്. നമ്മൾ തറവാടില്ലെങ്കിൽ ഒരു എന്തോ പോലില്ല. അപ്പോൾ തറവാടിന് പകരം ഒരു കുഞ്ഞു തറവാട്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് എല്ലാം ഉണങ്ങിയിരിക്കുകയാണ്, കണ്ടില്ലേ? മേലെ നമ്മുടെ മദ്രസയാണ്, പള്ളി മദ്രസയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാക്കാൻ്റെ വീട്, അവിടെ ഇയ്യാൻ്റെ വീട്. അങ്ങനെ നമ്മൾ ഇയ്യാൻ്റെ വീട്ടിലെത്തി. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ 2 ഐസും താനും മക്കൾ 2 ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഈയും കൂടി നമ്മുടെ മുന്നിലെ മാങ്ങ പറിക്കലാണ് കേട്ടോ. നമ്മുടെ അയൽവാസിയുടെ ആണ്. പക്ഷേ അവർക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ പറിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല മാങ്ങയൊക്കെ കിട്ടി, അവർക്കും കൊടുത്തു, നമ്മളും കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഐസ് കളിക്കുകയാണ് കേട്ടോ. ഐസ് ഇപ്പോൾ എണീച്ചിരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. കുമ്പിട്ടിപ്പോൾ ഒരേ എണീച്ചിരിക്കലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ കണ്ണ് തെറ്റിയാൽ എന്താ പറയുക, താഴെ വീണു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ അടുത്ത് ഇരിക്കുക തന്നെ ചെയ്യണം. അപ്പം ദാനു ഇപ്പുറത്തുനിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. ദാനു കുപ്പായൊന്നും ഇട്ടില്ല, കുളിച്ച പാടാണ് കേട്ടോ. ദാനുവിനിങ്ങനെ ഒരാളെ തന്നെ കൊഞ്ചിക്കുന്ന കാണുമ്പോൾ ഭയങ്കര കുശുമുണ്ട് കേട്ടോ. ഐസും ഇങ്ങനെ എണീച്ചിരിക്കുന്നുണ്ട്, നല്ലോണം ഇരിക്കുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഒരേ ഇരുത്താണ്, കുമ്പിടുക ഇരിക്കുക എണീച്ചിരിക്കുക, ഇത് തന്നെ പരിപാടി. അപ്പം നമ്മൾ കൊടറുമ്പോൾ പോയപ്പോൾ 2 ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളിക്കുന്നൊക്കെ ഉണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സാണ്. എല്ലാം വായിൽ കൊണ്ടുവന്നുകൊണ്ട് മുഖത്തൊന്നും ഇങ്ങനെ വാറിലൊക്കെ വരാൻ സാധ്യതയുണ്ടാവും. അങ്ങനത്തെയൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല, മൂർച്ചയുള്ളതൊന്നും വാങ്ങിയിട്ടില്ല. സോഫ്റ്റ് ആയിട്ടുള്ളത് മാത്രം വാങ്ങിയ കേട്ടോ. തത്തമ്മ ഈ ഒരു ടോയാണ് വാങ്ങിയത്. കളിക്കുന്നുണ്ട്. നമ്മൾ കഴുകിയിട്ട് അന്ന് കൊടുത്തത് കേട്ടോ. അവരെന്ത് കൊണ്ടുപോയാലും വായിലൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ എന്താ പറയുക,
ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് കളിക്കുന്നൊക്കെയുണ്ട്. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ ദാനൂട്ടിൻ്റെ കുപ്പായിക്കിട്ട് സുന്ദരനായി. ഫോൺ കണ്ടിട്ടാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. ഫോട്ടോ എടുക്കാനെന്ന് പറയുന്നത്, ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. താത്തമ്മേനോട് കളിയാണ് കേട്ടോ, കടിച്ച് കളിയൊക്കെയാണ്. ചില സമയത്തേ ദാനൂട്ടൻ കളിക്കൂ. ദാനൂട്ടിങ്ങനെ ഇങ്ങനെ എടുത്ത് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ഉറങ്ങി എണീറ്റാൽ എനിക്ക് വേഗം ഇങ്ങനെ പുറത്ത് കാണണം, എല്ലാവരും ഒന്ന് കാണണം. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് എത്തിയാലേ എനിക്ക് സമാധാനമുണ്ട്. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ കളിപ്പിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. വീട്ടിലേക്ക് പോകാൻ സമയമായി. ഒരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എല്ലാം കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്നേരമൊന്നും ഉമ്മിങ്ങനെ കപ്പക്കായി അരച്ചതാട്ടോ വീട്ടിൽ. കാണാൻ നല്ല കളറൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല കേട്ടോ. എന്തോ ഒരു വാടി ശോഭയുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളാരും കഴിച്ചില്ല. അപ്പോൾ മേലെ ഒരു കപ്പളങ്ങയിൽ അതൊരു കപ്പളങ്ങ ഇങ്ങനെ പകുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അത് പറിക്കാൻ വേണ്ടി ഉമ്മ പോയതാണ്. പക്ഷെ ഉമ്മക്കാവില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ കയ്യൊക്കെ ഇപ്പോൾ റെഡിയായി വന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയണ്ടേ, ഊക്കിലങ്ങനെ ഇളക്കാനും ആക്കാനൊന്നും പറ്റുന്നില്ല. നല്ലോണം റെസ്റ്റൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ പോയിട്ട് കുലുക്കിയിടുന്നുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് കുലുക്കിയിട്ടോ. മാഷാ. കപ്പളങ്ങ ഉരുണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന്, ഞാൻ താഴെ നിന്നാണ് എൻ്റെ അടുത്തേക്ക് വന്ന്. ഇതൊരു ഉരുണ്ട കപ്പളങ്ങയാണ്. 2 ടൈപ്പുള്ളതുണ്ട്, നീളത്തിലുമുണ്ട് ഉരുണ്ടതുണ്ട്. പക്ഷേ നീളത്തിലുള്ളത് നല്ല രസമാണ്. ഞാനവിടെ ഐജുവിനടുത്ത് നടക്കുന്നുണ്ടേന്. അപ്പോൾ ഇക്കാക്കാൻ്റെ വീട്ടിലൊരു പൂച്ച പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. പോറ്റുന്നൊന്നുമല്ല, അങ്ങനെ വന്ന് കയറുന്ന കേട്ടോ. 3 കുട്ടികളുണ്ട് കേട്ടോ. എല്ലാം കണ്ടന്മാരെ പോലെ ഉണ്ട്. അപ്പോൾ കപ്പളങ്ങയൊക്കെ പറിച്ചു, മാങ്ങയൊക്കെ പറിച്ചു, കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്കാണ്. സമയം ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. 6:15 ആയാലിപ്പോൾ നല്ല എന്താ പറയണ്ടേ, ഇരുടൊന്നുമില്ലല്ലോ, നല്ല വെളിയാണ്. പകൽ പോലെ നല്ല വെട്ടമുണ്ട്. പിന്നെ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ് വൈകുന്നേരം ആകുമ്പോൾ. 2-3 ദിവസമായിട്ട് ഇങ്ങനെയുണ്ട്, ഒരു മഞ്ഞ കളറ്. ക്യാമറയിൽ അങ്ങനെ കാണാനൊന്നുമില്ല, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഫുള്ളൊരു യെല്ലോ ഷെയ്ഡായിരിക്കും. എന്താണെന്നറിയില്ല, നല്ല രസമുണ്ട്. എന്തായാലും മഴക്കോളൊക്കെ ഉണ്ട്, മഴയൊന്നും കാണുന്നില്ല, ഒരു കോളുണ്ട്. അപ്പോൾ നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ചായ വെക്കലാണ് കേട്ടോ. ഉമ്മ അയ്യാൻ്റെ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മാത്രം ഒന്ന് ചായ കുടിക്കലാണ്. അപ്പോൾ കട്ടൻ ചായയും പിന്നെ നമ്മൾ ഉറൂസിന് പോയപ്പോൾ ഇങ്ങനെ പട്ടാണിക്കടലയും പൊരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പച്ചപ്പട്ടാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇതും കട്ടൻ ചായ ഞാൻ കുടിച്ചു. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ ചോറൊക്കെ തിന്ന് അവരുറങ്ങി, അവർ പെട്ടെന്ന് ഉറങ്ങും. പിന്നെ ഞാനും ഉമ്മയും ചോറ് വന്നു. അപ്പോൾ കിച്ചണൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അരിയൊക്കെ അരക്കാനുണ്ട്. അപ്പോൾ ഉഴുന്ന് വശമാക്കുമെന്ന് വിചാരിച്ചിട്ട് പുറത്തേതാണ് കേട്ടോ. ഞാൻ കിച്ചണിലിങ്ങനെ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കാണാൻ വൃത്തിയുണ്ട്. അതാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ അവിടെ ഇങ്ങനെ ചുമരിലിങ്ങനെ കാണും. ഇതാകുമ്പോൾ കുറച്ച് വീട് നിൽക്കും തോന്നുന്നു, അറിയില്ല. മഴ പെയ്യുമ്പോൾ എന്താ അവസ്ഥ അറിയില്ല. ഈർപ്പടിക്കുന്നതാണ്. നോക്കാം എന്തായാലും. ഇങ്ങനെ അരിയൊക്കെ അരച്ച് എല്ലാം ക്ലീനൊക്കെ ചെയ്ത് നിന്ന് പല്ലൊക്കെ തേച്ചിട്ട് കിടന്നാൽ മതി. അപ്പോൾ എല്ലാം കഴുകലൊക്കെ കഴിഞ്ഞു, അടുക്കളൊക്കെ ക്ലീനായി. അടുക്കള ക്ലീനായി തന്നെ സമാധാനമാണ് കേട്ടോ. ഒരു 10:30 സമയമായിട്ടുണ്ട് കേട്ടോ. 10:10 നമ്മൾ എന്നും കിടക്കും. പിന്നെ എൻ്റെ ഉറക്കം ഒന്ന് ലോക്ക് ചെയ്തിട്ട് കിടക്കാൻ പോക്കാം കേട്ടോ. ഇത് നമ്മൾ ഉറൂസിന് പോയപ്പോൾ ഷായ്മോന് പറഞ്ഞിട്ട് വാങ്ങിയൊരു കാറാണ് കേട്ടോ. ഹോട്ടലിന്നാണ് അവൻ പറഞ്ഞത്. കാണാൻ ചെറുതാണ്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 2 ആൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ചൂടായതുകൊണ്ട് ഫാനില്ലാണ്ട് പറ്റൂല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.